ഹലോ മക്കളെ, ക്ലാസ് 10 CBSE ബോർഡ് എക്സാം ഒരുപാട് പേർക്ക് ആരംഭിച്ചു കഴിഞ്ഞു. ചിലർ ആദ്യ എക്സാമിനേഷൻ പൂർത്തീകരിച്ചതിന് ശേഷമാണ് ഈ കാണുന്ന വീഡിയോ കാണുന്നുണ്ടാവുക. ഈ കാണുന്ന വീഡിയോ മറ്റൊന്നുമല്ല, എങ്ങനെയാണ് നിങ്ങൾ ഓരോ എക്സാമിൻ്റെയും ഇടയിലുള്ള ഗ്യാപ്പ് കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യേണ്ടത്. ആ കാണുന്ന ടൈം കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്താൽ വളരെ സുഖമായിട്ട് തന്നെ ക്ലാസ് 10 CBSE ബോർഡ് എക്സാമിൽ ഫുൾ മാർക്ക് എന്ന് പറഞ്ഞ സ്വപ്നത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. നമ്മളിത് ആദ്യമായിട്ട് പറയുന്നു, ഇംഗ്ലീഷ് എക്സാമിനേഷൻ 26-ാം തീയതിയാണ് നമുക്ക് എല്ലാവരും കോമൺ ആയിട്ട് എഴുതുന്ന ആദ്യ പരീക്ഷയായിട്ടുള്ള ഇംഗ്ലീഷ് വരാൻ വേണ്ടി പോകുന്നത്. ഇതിനു മുമ്പ് 24th മലയാളമുണ്ട്, 21st ഹിന്ദിയുണ്ട്. ഒരു ചോദ്യം, 24th മലയാളമുള്ള വിദ്യാർത്ഥികൾ ഈ നിമിഷം പഠിക്കേണ്ടത് മലയാളം മാത്രമാണ്. 21st ഹിന്ദി കഴിഞ്ഞാൽ എല്ലാ വിദ്യാർത്ഥികളും ഇംഗ്ലീഷ് വേണ്ടി മാത്രമാണ് ഇത് പഠിക്കേണ്ടത്. ഇതൊക്കെയാണ് ഞാൻ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ. കൃത്യമായിട്ട് ഉത്തരവും എൻ്റെ കയ്യിലുണ്ട്. ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുമ്പോൾ ഒരിക്കലും നിങ്ങൾ 26-ാം തീയതി വരുന്ന ഇംഗ്ലീഷ് എക്സാമിനേഷന് വേണ്ടി മാത്രമല്ല ഈ നിമിഷം പഠിക്കേണ്ടത്. നമ്മളെപ്പോഴും ഫ്യൂച്ചറിസ്റ്റിക് തന്നെ ആയിരിക്കണം. 24th നമ്മുടെ മലയാളം എക്സാം എന്ന് പറയുന്നത്. നിങ്ങൾ ഈ നിമിഷം മുഴുവൻ സമയം ഇരുന്ന് മലയാളം പഠിക്കുക, അതല്ല ബെസ്റ്റ് ഓപ്ഷൻ. നിങ്ങൾ ഒരു ദിവസത്തിൽ പല ടൈമായിട്ട് നമ്മൾ തിരിക്കണം. ആ കാണുന്ന ഒരു മെജോറിറ്റി ടൈമും ആയിരിക്കണം. പിന്നീട് ഒരു 3-4 hours നമ്മൾ മാറ്റിവെക്കണം മറ്റു വിഷയങ്ങൾക്ക് വേണ്ടി. നിങ്ങളുടെ മലയാളം എക്സാമിനേഷൻ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ 26-ാം തീയതിയാണ് നമുക്ക് നമ്മുടെ ഇംഗ്ലീഷ് എക്സാമിനേഷൻ വരുന്നത്. ഒരു ദിവസം മാത്രമാണ് നമുക്ക് നമ്മുടെ ഇംഗ്ലീഷ് എക്സാമിന് വേണ്ടി ഗ്യാപ്പ് ഉള്ളത്. ഈ കാണുന്ന ഒരു ദിവസം കൊണ്ട് ഇംഗ്ലീഷ് കംപ്ലീറ്റ് പഠിച്ചെടുക്കാൻ വേണ്ടി സാധിക്കുകയുമില്ല. ആയതിനാൽ ഈ നിമിഷം തൊട്ട് നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുക തന്നെ വേണം. 1-2 മണിക്കൂർ നിങ്ങൾ ഇംഗ്ലീഷ് വേണ്ടി മാറ്റിവെക്കാം. ഇതാണ് ഏതൊരു വിദ്യാർത്ഥിയും ഈ നിമിഷം ചെയ്യേണ്ട കാര്യം. ഇതിന് പുറമെ 2-ാം തീയതിയാണ് നമുക്ക് നമ്മുടെ സയൻസ് എക്സാമിനേഷൻ വരുന്നത്. സയൻസ് എന്ന് പറയുമ്പോൾ ഫിസിക്സുമുണ്ട്, കെമിസ്ട്രിയുമുണ്ട്, ബയോളജിയുമുണ്ട്, എല്ലാ വിഷയവും ഒന്നിച്ചാണ് കയറി വരുന്നത്. ഈ പറയുന്ന എല്ലാ വിഷയത്തിലും നമുക്ക് അതിഗംഭീരമായിട്ട് മാർക്ക് നേടണമെങ്കിൽ ആ ഒരു 3 ദിവസം മാത്രം പോരാ. നമ്മൾ ഇപ്പോഴും ചെറുതായി ഓരോ വിഷയത്തിൻ്റെയും ചെറിയ ഭാഗം പഠിച്ചുകൊണ്ട് പോകണം. അതായത് ഫോർ എക്സാമ്പിൾ ഞാൻ പറയുന്നു, ഫിസിക്സ് പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഫിസിക്സിലെ ഒരു പാഠം നമ്മൾ ഈ നിമിഷം പഠിക്കുക, ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ഡേ പഠിക്കാം. അങ്ങനെ ചുരുങ്ങിയ സമയം നമ്മൾ എന്താണ് സയൻസിന് വേണ്ടി മാറ്റിവെക്കുന്നു, ചുരുങ്ങിയ സമയം നമ്മൾ എന്താണ് നമ്മുടെ ഇംഗ്ലീഷ് വേണ്ടി മാറ്റിവെക്കുന്നു, ബാക്കി മെജോറിറ്റി ടൈം നമ്മളാണ് നമ്മുടെ ലാംഗ്വേജ് ആയിട്ടുള്ള മലയാളത്തിന് വേണ്ടി മാറ്റിവെക്കുന്നു. ഇങ്ങനെ സ്ട്രക്ചർ ചെയ്യണം. എന്നാൽ മാത്രമാണ് നമുക്ക് മലയാളം വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷും അതുപോലെ തന്നെ സയൻസ് എന്ന് പറഞ്ഞ വിഷയവും വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. ഹിന്ദി വിദ്യാർത്ഥികളും ഇപ്പോൾ തന്നെ വേണം അവരുടെ ടൈം ടേബിൾ ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടി. ഇംഗ്ലീഷിന് വേണ്ടി മാത്രമല്ല ഈ നിമിഷം പഠിക്കേണ്ടത്. ഇംഗ്ലീഷ് വേണ്ടി നമ്മളെന്താണ് മെജോറിറ്റി ടൈം യൂസ് ചെയ്യാം. അതായത് ഒരു ദിവസം നമുക്കൊരു 10 hours ഉണ്ടെങ്കിൽ അതിലൊരു 6 hours വേണമെങ്കിൽ ഇംഗ്ലീഷ് പഠിച്ചോളൂ. ഇംഗ്ലീഷിൻ്റെ ഗ്രാമർ പാർട്ട് പഠിക്കുക, ഇംഗ്ലീഷിൻ്റെ ലിറ്ററേച്ചർ പഠിക്കുക, റൈറ്റിംഗ് പഠിക്കുക, എല്ലാം തന്നെ പഠിക്കുക. പക്ഷേ ബാക്കി ടൈം കൃത്യമായിട്ട് നിങ്ങൾ സയൻസ് പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കണം. അങ്ങനെ എല്ലാ വിഷയവും ഒന്നിച്ച് പഠിച്ചാലാണ് നമുക്ക് എല്ലാ വിഷയത്തിലും തന്നെ നിങ്ങൾ സ്വപ്നമായിട്ടുള്ള ഫുൾ A1 എത്താൻ വേണ്ടി സാധിക്കുള്ളൂ. സോ ഇങ്ങനെ എല്ലാവരും അവരുടെ ഷെഡ്യൂൾ സ്ട്രക്ചർ ചെയ്യുക. ഒരു ദിവസം നിങ്ങൾ നിർബന്ധമായിട്ടും സയൻസ് പഠിച്ചിരിക്കണം. ഇങ്ങനെ വേണം ഒരു വിദ്യാർത്ഥി അവൻ്റെ ഡെയിലി ലൈഫിനെ സ്പ്ലിറ്റ് ചെയ്യാനായിട്ട്. അതായത് അവൻ സയൻസ് പഠിക്കണം, അവൻ ഇംഗ്ലീഷും പഠിക്കണം, അവൻ മലയാളം പഠിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് എല്ലാ വിഷയത്തിലും ഫുൾ മാർക്ക് എന്നുള്ള സ്വപ്നത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുള്ളൂ. മക്കളെ, ഈ പ്ലാൻ എല്ലാവരും ട്രസ്റ്റ് ചെയ്യുക. ഈ കാണുന്ന പ്ലാൻ ഫോളോ ചെയ്യൂ. ക്ലാസ് 10 CBSE ബോർഡ് എക്സാമിൽ ഫുൾ മാർക്ക് നേടും. സൈനിങ് ഓഫ് അഫ്നാസ് AK ഫ്രം സൈലന്റ് ലേണിംഗ്. എല്ലാവർക്കും ഒരു ഓൾ ദി ബെസ്റ്റ്.